ഈ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ്, യാതൊരു സംശയമില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് 24-ന് കൊടുത്ത അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, അക്കാലത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനായിരുന്നു കേരളത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി. ധാർമ്മികമായിട്ട് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ ഉത്തരം പറയേണ്ട ബാധ്യത അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന തനിക്കുണ്ട് എന്നതാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് UDFിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ട് SITയുടെ അന്വേഷണം തൃപ്തികരമാണ്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വീണ്ടും ഉയർന്നു വരാനുള്ള ചർച്ചയാവുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോടതി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് കൊടിമര പ്രതിഷ്ഠയിൽ പ്രത്യേകിച്ച് ക്രമക്കേടൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആരോപണങ്ങളിൽ പലതും പൊള്ളയായിരുന്നു എന്ന് പിന്നീടും എന്നാൽ കുറേയൊക്കെ സത്യമാണെന്നും ഈ കോടതിയുടെ പല നിരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തത് ഇനി ഒരാഴ്ച കൂടി വോട്ടെടുപ്പിന് ബാക്കി നിൽക്കെ ഈ ഒരു വിഷയം വീണ്ടും ഉയർന്നു വരാണ്. കഴിഞ്ഞ ദിവസം അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, ഞാൻ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാനായിരുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. താൻ നിരപരാധിയാണെങ്കിൽ പോലും പുള്ളി അത് ഒളിച്ചോടുന്നില്ല എന്ന് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് ഈ വിഷയം വീണ്ടും ഉയർന്നു വരുമ്പോൾ ഇത് ആരെയായിരിക്കും ബാധിക്കുക? ആരാണ് ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത്? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചയായിരുന്ന വിഷയം എന്ന് പറയുന്നത് പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം ചെമ്പാക്കി മാറ്റിയെ എന്നൊക്കെയാണ്. ആ പാട്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ വിശ്വാസികളെയും ഒരേപോലെ അത് ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്ത ഒരു ഇതായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ള അത്രയും വലിയ ചർച്ചയായി മാറില്ല എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് 24-ന് കൊടുത്ത അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, അക്കാലത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനായിരുന്നു കേരളത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി. ഒരു മന്ത്രിക്ക് അതിൽ എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന കാര്യങ്ങളിലൊന്നും മന്ത്രി ഇടപെടാറില്ല. പക്ഷേ എങ്കിൽ പോലും ധാർമ്മികമായിട്ട് ഈ വിഷയത്തിൽ മന്ത്രിക്ക് ഒളിച്ചോടാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ധാർമ്മികമായിട്ട് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ ഉത്തരം പറയേണ്ട ബാധ്യത അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന തനിക്കുണ്ട് എന്നതാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ആദ്യം ഉയർന്നു വന്ന പേര് കടകംപള്ളിയുടേതായിരുന്നു. കടകംപള്ളിയും ഈ കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ വന്നപ്പോൾ ഇത് വളരെ ശക്തിയുക്തം എതിർത്തു അദ്ദേഹം. എനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ശബരിമലയിൽ വെച്ച് ഒന്നോ രണ്ടോ തവണ കണ്ട ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ 2 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്തുവെന്നും അദ്ദേഹത്തിന് ചില ഉപഹാരങ്ങൾ കൊടുക്കുന്ന പടങ്ങളൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഒരു തവണ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തോ വേറൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കടകംപള്ളി ഉരുണ്ട് കളിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിൽ തുടക്കം തൊട്ടേ കടകംപള്ളി എനിക്ക് ഇതിൽ ധാർമ്മികതയുണ്ട് എന്നൊക്കെ പറയുകയും ഇതിൽ ഞാനും ശരിക്കും എൻ്റെ പേരിലും അന്വേഷണം നടക്കട്ടെ എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ഈ തന്ത്രിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലെന്നും മറ്റ് പല ആളുകളെയും ഇങ്ങനെ കണ്ടുപരിചയം മാത്രമാണ് ഉള്ളത്, മാത്രം പരിചയമുള്ള ഒരാളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, തീർത്തും സ്വകാര്യമായ ഒരു ചടങ്ങ് പങ്കെടുക്കുന്ന സമയത്ത് അവിടെ പോകുമോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കേസിൽ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് CPM വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതൊക്കെ. പക്ഷേ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് അദ്ദേഹം കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് കോടതി വിധിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാമെന്നായിരുന്നു. ഗോവിന്ദ മാഷും അത്തരം നിലപാടിലായിരുന്നു, CPM നേതാക്കന്മാർ എല്ലാവരും അത്തരം നിലപാടിലായിരുന്നു. മുഖ്യമന്ത്രി അതിൽ വ്യക്തമായ ഉത്തരവ് ഒരിക്കലും പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് കൃത്യമായി പറഞ്ഞു, അദ്ദേഹം ചില ആരോപണങ്ങൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും നമ്മൾ പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിക്കുകയാണ്. ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ഭയത്താലാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. നമുക്കറിയാം, മുൻ പ്രസിഡന്റുമാർ വാസുവും പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ്, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ചില യൂണിയൻ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഈ CPM ആയിട്ടും അല്ലെങ്കിൽ CPI ഒക്കെ ബന്ധമുള്ള കുറേ നേതാക്കന്മാർ, സംഘടനാ നേതാക്കന്മാരും ഒക്കെ ഇതിൽപ്പെട്ടു. മുരാരി ബാബു അടക്കമുള്ള ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആരോപണങ്ങൾ വലിയ തിരിച്ചടി അന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. പല സ്ഥലങ്ങളിലും തൂത്തുവാരുന്ന അവസ്ഥയുണ്ടായി. ഇത് നിയമസഭ ഇതിൽ പ്രതിഫലിക്കില്ല എന്നാണ് CPM
ഇപ്പോൾ കരുതുന്നത് എങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. ശബരിമലയെ തൊട്ടപ്പൊക്കെ പൊള്ളിയിട്ടുമുണ്ട്. തീർച്ചയായും ഓർമ്മകളും കാണും. അതെ. അപ്പോൾ ശബരിമലയിൽ നമുക്കറിയാം, നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളുണ്ടായി. അവിടെ സംഘപരിവാർ ശക്തികളും അതുപോലെ തന്നെ മറ്റു ചില ശക്തികളൊക്കെ CPM-നെതിരെയും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെയും സർക്കാരിനെയൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. കേരളത്തിൽ 2 തരം ആളുകളാണ് ഉണ്ടായത്. ശബരിമലയെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്നുള്ള നിലയിലേക്ക് മാറിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടി. അന്ന് ആലപ്പുഴയിൽ ആരിഫ് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കി എല്ലാവരും തോറ്റുപോകുന്നൊരവസ്ഥയുണ്ട്. ഒറ്റ MP മാത്രമാണ് ഉണ്ടായത്. ഇത്തവണ ഒറ്റ MP ഉള്ളൂ. ഇത്തവണ മറ്റൊരു സാഹചര്യമായിരുന്നെങ്കിൽ പോലും ആ തവണ ഉണ്ടായ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ശബരിമലയിലാണ് എന്നുള്ള തോന്നൽ പിന്നീടുണ്ടായി. അതുകൊണ്ടാണ് ശബരിമലയിലുണ്ടായ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇപ്പോൾ അന്ന് സർക്കാരും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും പ്രത്യേകിച്ചൊരു CPM സ്വീകരിച്ചിരുന്ന നിലപാടുകൾ തിരുത്തുന്നൊരവസ്ഥയുണ്ടായി. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത് അത് ആചാര്യന്മാർ തീരുമാനിക്കട്ടെ എന്നാണ്. അപ്പോൾ അത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ശബരിമല ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ളതാണ്, സർക്കാരിൻ്റെ അണ്ടറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് പ്രവേശനം കൊടുക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായി പ്രവേശനം നിഷേധിക്കുന്നത്, പ്രത്യേകിച്ചും യുവതികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത്, 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്നായിരുന്നു നിലപാട്. പക്ഷേ നമ്മൾ നോക്കൂ, ഈ അടുത്ത കാലത്ത് സർക്കാർ എല്ലാ തരത്തിലും നിലപാടുകൾ മാറ്റുന്നു. എന്തുകൊണ്ടാണ് നിലപാടുകൾ മാറ്റുന്നത് വെച്ചാൽ ശബരിമലയുടെ പേരിൽ ഒരു തിരിച്ചടി ഇനി CPM പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അത്തരത്തിലൊരു തിരിച്ചടി വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിൽ ഒരിക്കൽ പോലും തിരിച്ചടി ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ള കൃത്യമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കടകംപള്ളിക്കെതിരെ വലിയ രീതിയിൽ ആരോപണമായി, കഴക്കൂട്ടത്ത് വലിയ ആരോപണമായി ഉയർത്തുന്നതിനിടയിലാണ് ഈ വിഷയത്തിൽ തനിക്ക് ധാർമ്മികതയുണ്ടെന്ന് കൃത്യമായി, പക്ഷേ എനിക്കതിൽ ഒരു തരത്തിലുമുള്ള പങ്കാളിത്തം ഇല്ലെന്നും എന്നാൽ ധാർമ്മികതയിൽ നിന്നും ഒളിച്ചോടാൻ പറ്റില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തലുകൾ ശരിക്കും അതൊരു വെളിപ്പെടുത്തലാണ്. കാരണം ഇത്രയും കാലം പറഞ്ഞിരുന്നത് എനിക്ക് യാതൊരു തരത്തിലും അതിൽ പങ്കാളിത്തമില്ല, എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ്, മന്ത്രി എന്ന നിലയിൽ ഞാൻ ഒരിക്കൽ പോലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ കടകംപള്ളിക്കെതിരെ ശബരിമല വിഷയം, സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രീതിയിൽ വ്യാപകമായി അവിടെ പ്രചരണം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ തിരിഞ്ഞു കൊത്തുമോ അഥവാ അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ നൈതികതയെ ഓർത്ത് വോട്ടായി മാറുമോ? ഏത് രീതിയിലായിരിക്കും ഇത് പ്രതിഫലിക്കുക? അല്ല, ഇത് കടകംപള്ളി ശരിക്കും അത് അഡ്മിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൈ ശുദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളോട് അല്ലെങ്കിൽ വോട്ടർമാരോട് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് പാർട്ടിയായിട്ട് ആലോചിച്ചെടുക്കുന്ന തീരുമാനം തന്നെ ആയിരിക്കുമല്ലോ. ഉറപ്പായിട്ടും കടകംപള്ളി ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരിക്കില്ല. പക്ഷേ കൃത്യമായിട്ട് നിഷ്കളങ്കനാണ് ഞാൻ, ഈ വിഷയത്തിൽ എനിക്ക് ഒന്നും വിളിക്കാനില്ല എന്ന് കൃത്യമായി പറയുകയാണ് കടകംപള്ളിയിലെ കൂടെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇത് കാണുമ്പോൾ പ്രതിപക്ഷം ആരോപണ വിധേയരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്നുകൂടി കടകംപള്ളി ഇന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ. പലപ്പോഴും പല മന്ത്രിമാരുടെയും കാലത്തും ഇതൊക്കെ നടന്നിട്ടുണ്ടെന്ന്, എനിക്ക് മുന്നേ ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം CPM കോൺഗ്രസിനെതിരെ ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചിരുന്നത് പിന്നീട് അവിടുത്തെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില സംശയങ്ങളുണ്ടെന്നും അതും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നതോടുകൂടി അവിടെ നേരത്തെ മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള നേതാക്കന്മാർക്ക്, അദ്ദേഹം അവിടെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന സമയത്താണ് ഈ കൊടിമരം പുതുക്കിപ്പണിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുണ്ടായത്. അതുപോലെ തന്നെ അജിത് അറിയിലായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നത്. ഇവർക്കെതിരെ കൂടി ആരോപണം കടുപ്പിക്കുന്ന രീതിയിലേക്ക് സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്തും മറുഭാഗത്ത് ഈ കൊടിമര നിർമ്മാണത്തിലുണ്ടായ തിരിമറിയൊക്കെ വെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ ഉണ്ടായി. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ ഉണ്ടായി. ഇതുകൂടി വന്നപ്പോൾ ശരിക്കും കോൺഗ്രസ് ഒന്ന് പതുങ്ങിയോ എന്ന് സംശയമുണ്ട്. കാരണം ഇത് വലിയ വിഷയമാക്കി കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതിലേക്ക് കോൺഗ്രസ് എത്തിയോ എന്ന് സംശയമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം അവസാനിപ്പിച്ചു, നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചു. അവിടെ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ
അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിച്ചു. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ സേഫായി എന്നുള്ളതാണ് നമ്മൾ ഈ ശബരിമല വീണ്ടും തലപൊക്കി തുടങ്ങും. തീർച്ചയായും. അതായത് വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് UDFിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ 1-2 ആഴ്ചയുള്ളൂ. അപ്പോൾ അതിനാൽ തന്നെ ഈ അവസാന നിമിഷം വരുന്ന ഇത്തരം ആരോപണങ്ങൾ നല്ല രീതിയിൽ വോട്ടിങ്ങിനെ ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കും എന്നുള്ള സംശയമില്ല. കാരണം ഈ നമ്മൾ കണ്ട ഏറ്റവും വലിയ അമ്പലക്കൊള്ള എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അപ്പോൾ അതിന് ആരൊക്കെ ആണ് എൻ്റെ ചരട് വലിച്ചതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറേ പ്രതികളിലേക്കൊക്കെ അന്വേഷണം എത്തിയെങ്കിൽ പോലും ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇതാരാണ് ഇതിൻ്റെ പിന്നിലുണ്ടായതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. അപ്പം SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു നമുക്കറിയാം. SITയുടെ അന്വേഷണം ഒരിക്കലും കുറ്റമറ്റതല്ലെന്നും അത് പക്ഷപാതപരമാണെന്നും അതിൽ പലരെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് SITയെ ഉപയോഗിച്ചു എന്നുള്ള വലിയ ആരോപണമുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിമാരും CPMൻ്റെയും മറ്റ് ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം ഒറ്റ നിലപാടാണ് സ്വീകരിച്ചത്. SIT എന്ന് പറയുന്നത് തീർത്തും പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണെന്നും അതിൽ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ ഒന്നും ചെയ്യാനില്ലെന്നും അത്തരത്തിൽ ഒരു ഇടപെടലുകളും ഇന്നേ വരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് SITയുടെ അന്വേഷണം തൃപ്തികരമാണ്, അതിൽ യാതൊരു എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പ്രതിപക്ഷം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ SITയുടെ അന്വേഷണത്തിൽ പക്ഷപാതപരമായ സമീപനങ്ങളുണ്ടായി, പലരെയും ഒഴിവാക്കുന്നതുണ്ടായി. അവർ അത് തൊട്ടേ ടാർഗറ്റ് ചെയ്യുന്നത് കടകംപള്ളിയാണ്. ഇപ്പോഴും അവർ കടകംപള്ളിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കടകംപള്ളി ഇന്ന് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം തീർച്ചയായും വിശ്വാസികൾക്കിടയിൽ ഇത് വലിയ അവമതിപ്പിന് കാരണമായിട്ടുണ്ട്. സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പം മറ്റ് വികസന പ്രവർത്തനങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്തും ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു വിഷയമായി തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ള ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പം ഈ കൊള്ള ചെയ്യപ്പെട്ട സ്വർണം പൂർണ്ണമായി കണ്ടെത്താൻ പറ്റാത്തതും ഇത് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റാത്തതും ഒക്കെയാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴുള്ള സംശയം. SIT വളരെ ചെറിയ കാലം കൊണ്ട് അന്വേഷണം നടത്തി ഈ കൃത്യമായ പ്രതികളിലേക്ക് എത്തും എന്നൊക്കെ നമ്മൾ കരുതിയാണ്. പക്ഷേ ഈ SITയുടെ കൊടുത്ത കാലാവധി നീട്ടിക്കൊണ്ടത് ഇപ്പോൾ വീണ്ടും നീട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മെയ് ലാസ്റ്റ് വരെ വീണ്ടും നീട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ എന്താവും, തെരഞ്ഞെടുപ്പ് കഴിയും, റിസൾട്ട് വരും, പുതിയ സർക്കാർ വരെ വരും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവർ ചിലപ്പോൾ ഭരണാധികാരികളൊക്കെ ആയി വരുന്നൊരു സമയത്തെ ഈ SITയുടെ അന്വേഷണം പൂർണ്ണമായും അവസാനിക്കുള്ളൂ നമുക്കാണ്. പക്ഷേ ഇതിൽ ചില സംശയങ്ങൾ ഉണ്ടാവാനൊരു കാരണം എന്ന് പറയുന്നത് ഇതിലെ പ്രതികൾക്കെല്ലാം സ്വാഭാവികമായ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം അല്ലെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ പലർക്കും ജാമ്യം കിട്ടി. അത് സാങ്കേതികമാണ്. 84 ദിവസം ജയിലിൽ കിടന്ന ഒരാൾക്ക് അതിന് മുന്നിൽ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും ആ പ്രതിക്ക് ജാമ്യം കിട്ടും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്താണ്. അങ്ങനെ എല്ലാ ആളുകളും പുറത്തിറങ്ങി കഴിഞ്ഞ് വളരെ കുറച്ച് പേര് മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലുള്ളത്. അതുകൊണ്ട് ഈ വിഷയം വീണ്ടും ഇലക്ഷനിൽ ക്യാമ്പയിനിങ്ങിൽ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ആരോപണമായി വരും ദിവസങ്ങളിൽ കൊണ്ടുവരും. ഇത് പ്രതിരോധിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാവും. LDFന് അത് കുറച്ചും കൂടി കിറമുട്ടിയാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.